നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 ഫെബ്രുവരി മാസത്തിലെ നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. 2026 ഫെബ്രുവരി മാസത്തെ നക്ഷത്രഫലം, അതായത് അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഈ 4 നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഈ 4 നക്ഷത്രങ്ങൾ. അനിഴത്തിന്റെ കാര്യം ആദ്യം പറയാം. അനിഴം നക്ഷത്രം ഇത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വൃശ്ചികക്കൂറിലാണ് അനിഴം നക്ഷത്രം വരുന്നത്. ഇവരുടെ ഈ അനിഴം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആദ്യം പറയാം. 4, 11, 15, 23, 24 തീയതി ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ദിവസമാണ്. 4, 11, 15, 23, 24 തീയതി ഇവരെ സംബന്ധിച്ച് ഈ ശനി 5ലാണ് നിൽക്കുന്നത്. അപ്പൊ 5 അത്ര ഗുണകരമല്ല. 5 എന്ന് പറഞ്ഞാൽ സന്താനഭാവം കൂടിയാണ്, പൂർവഭാവവും സന്താനഭാവവും കൂടിയാണ്. അപ്പോ പഞ്ചമത്തിലാണ് ശനി നിൽക്കുന്നത്, അതെത്ര ഗുണകരമല്ല. പിന്നെ വേഴം 8ലാണ് നിൽക്കുന്നത്. 8ലെ വേഴം അഷ്ടമത്തിലാണ്, അതായത് ദൈവാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു സമയവുമാണ്. അപ്പൊ അതുകൂടാതെ രാഹു, ഇവരെ സംബന്ധിച്ച് രാഹു 4ലാണ് വരുന്നത്. 4ഉം അത്ര ഗുണകരമല്ല, 4ലെ രാഹു. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ഈ ഇവിടെ അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം അത്ര ഗുണകരമാവണം എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവർക്ക് ഗുണകരമാവുന്ന ചില തീയതികളാണ് ഞാനിവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ജോലിയിൽ കൃത്യനിഷ്ഠ കാണിച്ചില്ലെങ്കിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ മാസം ജോലി സംബന്ധമായി ഇവര് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. തർക്കങ്ങൾ, ജോലി സംബന്ധമായ ചില തർക്കങ്ങളും ഇവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കേതു 10ലാണ്, കർമ്മത്തിലാണ് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് രാഹു 4ലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഈ വീട്ടിലും ഒരു സമാധാന കുറവുണ്ടാകും, പണിസ്ഥലത്തും ജോലി സ്ഥലത്തും ഒക്കെ ഒരു സമാധാന നല്ല അന്തരീക്ഷം ഉണ്ടാകാനും സാധ്യത കുറവാണ്. അപ്പൊ അതുകൂടാതെ ഇവർ പണമിടപാടുകൾ നടത്തുന്നത് ഈ മാസം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ ഇവർക്ക് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ക്ലേശകരമായ ചില കാര്യങ്ങളും വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ വരുമെങ്കിലും പൂർണ്ണമായും ഇവർക്കത് കൈവരിക്കാൻ സാധിക്കാതെ കടന്നു പോകുന്ന ഒരു മാസമായിരിക്കും ഇവർക്ക്. ഇവരെ സംബന്ധിച്ച് ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ശാസ്താവിനും മഹാവിഷ്ണുവിനും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇനി അനിഴം കഴിഞ്ഞ തൃക്കേട്ട നക്ഷത്രവും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കണ്ടകശനി മാറി കിട്ടിയേക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് നേരത്തെ കണ്ടകശനിയായിരുന്നു, അത് മാറി. പിന്നെ അവരെ സംബന്ധിച്ച് വേഴം 8ല് നിൽക്കുകയും അഷ്ടമത്തില്. ഇപ്പൊ ദൈവാധീന കുറവും ഇവരെ സംബന്ധിച്ച് ഉണ്ട്. എന്നിരുന്നാലും ഈ ഫെബ്രുവരി മാസത്തിലെ ഇവരുടെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ ഞാൻ പറയാം. 5, 12, 16, 24, 25 തീയതികൾ ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീയതികളാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ഞാൻ ഒന്നുകൂടി പറയാം. 5, 12, 16, 24, 25 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ദിവസങ്ങളാണ് ഇവർക്ക്. പിന്നെ 5ല് ശനി 5ല് നിൽക്കുന്നു, സന്താന ഭാഗത്താണ് ശനി നിൽക്കുന്നത്. അപ്പൊ സന്താനങ്ങളെ കൊണ്ട് ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ സംബന്ധിച്ച് സഹോദരങ്ങളിൽ നിന്നൊരു ഗുണം ഇവർക്ക് ഈ മാസത്തിൽ കിട്ടിയെന്നും വരികയില്ല. ശ്രദ്ധ കൊടുക്കേണ്ട പല കാര്യങ്ങളിലും ഇവരെ ശ്രദ്ധ കൊടുത്ത് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ മാസം. പിന്നെ അതുകൂടാതെ മാസാവസാനം, അതായത് മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക് സൂര്യൻ മാറുന്ന ഒരു മാസം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ മാസാവസാനം കാര്യങ്ങൾ മറിയുന്നതിനാൽ കുറെ
അനുകൂല സമയവും ഇവർക്ക് ഈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പരിഹരിക്കാൻ, പറഞ്ഞു തീർക്കാൻ ഇവർക്ക് ഈ മാസം കഴിയുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ചില ചിലവുകളും ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ വന്നുകൂടുകയും ചെയ്യും. ഇപ്പൊ തൃക്കേട്ടക്കാരെ സംബന്ധിച്ച് കുറച്ച് ഗുണമുണ്ടാവും, കുറച്ച് ദോഷവും ഉണ്ടാവും. അപ്പൊ ഗുണദോഷ സമ്മിശ്രമായാണ് ഈ മാസം കടന്നു പോകുന്നത്. ഇനി മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർ ഇവര് മൂലം പൂരാടം ഇതൊക്കെ ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ നല്ല ദിവസം 6, 13, 18, 26, 27 തീയതികൾ ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. 6, 13, 18, 26 തീയതികൾ ഇവർക്ക് അനുകൂലമായി മാറുന്ന ദിവസങ്ങളാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് തുലാക്കൂറിൽ വരും, ധനുക്കൂറിൽ വരുന്ന, ഇവരെ സംബന്ധിച്ച് ഇത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മൂലം നക്ഷത്രം. അപ്പൊ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 7ലാണ് നിൽക്കുന്നത്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്രസ്ഥാനമാണ്. അപ്പൊ ചന്ദ്ര കേന്ദ്രത്തിലാണ് വേഴം നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായ കാര്യങ്ങൾ ഈ മാസത്തിൽ വന്ന് ചേരാവുന്നതാണ്. നല്ല ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് വേഴം 7ൽ നിൽക്കുന്നത്. വേഴത്തിനെ കൊണ്ട് ഗുണകരമായ ചില കാര്യങ്ങൾ ഇവർക്ക് വന്ന് സംഭവിക്കാവുന്നതാണ് ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അതുകൂടാതെ ശനി 4ൽ നിൽക്കുന്നത് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും. 4 എന്ന് പറഞ്ഞ കുടുംബമാണ്. അപ്പൊ കുടുംബത്തിൽ അതുകൂടാതെ ഇവർക്ക് ശനി 4ൽ നിൽക്കുന്ന കണ്ടകസ്ഥാനമാണ്, കണ്ടകശനി കൂടിയാണ്. അപ്പൊ ചില പ്രവൃത്തി ദോഷങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും. രാഹു 3ലാണ് നിൽക്കുന്നത്. 3ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഗുണം ചെയ്യും. സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് ഗുണം കിട്ടുന്ന ഒരു മാസമായിരിക്കും. കേതു 9ൽ നിൽക്കുന്നു. അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ വേഴം 7ൽ മികച്ച ഗുണം തരുന്ന ഒരു സമയമാണ്. കേന്ദ്രസ്ഥാനമാണ് വേഴം. കേന്ദ്രസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. തൊഴിൽപരമായി അംഗീകാരവും ഗുണവും ഉന്നതിയും കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങൾ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ദാമ്പത്യ ജീവിതത്തിൽ ഗുണകരമായ ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. വരുമാന വർധന ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് ഈ മാസം. ഇനി പൂരാടം നക്ഷത്രം. ഇവരെ സംബന്ധിച്ച് ഈ പൂരാടം നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം കാലാണ് ഈ കൂറിൽ വരുന്നത്. അതിൽ പൂരാടം ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവര് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് വേഴം 7ൽ നിൽക്കുന്നത് ആത്മവിശ്വാസം നൽകുന്ന ഒരു സമയമാണ്. ഈ ധനുക്കൂറിൽ വരുന്ന ഈ പൂരാടം നക്ഷത്രക്കാർക്ക് വേഴം 7ൽ വരുന്നത്. വേഴെന്ന് പറഞ്ഞ കേന്ദ്രസ്ഥാനമാണ്. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസം കൂടുന്ന ഒരു മാസമായിരിക്കും. ദാമ്പത്യപരമായ ഐക്യം കിട്ടുന്ന ഒരു മാസമാണ്. ഇവരെ സംബന്ധിച്ച് ഈ മാസം പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. 7, 14, 19, 27, 28 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ തീയതികളായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. 7, 14, 19, 27, 28 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ തീയതികളാണ് ഇവരെ സംബന്ധിച്ച്. കണ്ടകശനിയാണ്. മനസ്സിന് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. 4ലാണ് ശനി നിൽക്കുന്നത്. എന്നാലും വേഴം 7ൽ നിൽക്കുന്നതിന് കൊണ്ട് ഇവർക്ക് നല്ല ഗുണപരമായ മാസമായി മാറാൻ ഈ ഫെബ്രുവരി മാസത്തിന് കഴിയും. തൊഴിൽപരമായ പുരോഗതിയും ഉന്നതിയും കിട്ടുന്ന മാസമാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ മെച്ചപ്പെടുന്ന സമയമാണ്. 3ലെ രാഹു സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണം കിട്ടുന്ന സമയമാണ്. സഹോദര സ്നേഹം കിട്ടും. സഹോദരന്മാരിൽ നിന്നും ഗുണകരമായ നല്ല കാര്യങ്ങൾ ഇവർക്ക് നടക്കുകയും ചെയ്യും. എന്നാൽ മാതാവിന്റെ ആരോഗ്യ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുകയും വേണം. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.